ിക്കും ഷാരിക്കും നേരത്തെയും ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചിരുന്നവരെന്ന് പോലീസ്. അനന്തുവിന്റെയും ആദിലിന്റെയും പങ്കാളിത്തം പരിശോധിക്കുകയാണ് എന്നും SP പറഞ്ഞു. കുറച്ച് വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ വിവരങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കാവുന്നതല്ല. അതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് തെളിവുകൾ കിട്ടിയാൽ മാത്രമേ അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം അത് വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ഒരു കേസാണ്. അപ്പോൾ പൂർണ്ണമായും ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരുള്ളൂ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ഓഫർ അടിസ്ഥാനത്തിലാണ് ഹോസ്റ്റലിൽ കഞ്ചാവ് വിറ്റത് എന്നും മൊഴിയുണ്ട്. മുൻകൂറായി പണം നൽകുന്നവർക്ക് വില കുറച്ച് കഞ്ചാവ് നൽകിയിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ നൽകുന്ന മൊഴി. പിടിയിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതിനായി കൊണ്ടുപോയി. നവമി ദിനേശാണ് ചേരുന്നത്. നവമി, അറസ്റ്റ് രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപായിരുന്നു തൃക്കാക്കര ACP മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് പ്രകാരം ഈ രണ്ടുപേരെയും പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖിനെയും ഷെരീഖിനെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ഇരുവരുമാണ് കോളേജിൽ കഞ്ചാവ് എത്തിച്ചതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു. കോളേജിലെ വിദ്യാർത്ഥികളുടെ ഡിമാൻഡ് അനുസരിച്ചാണ് അവർ കഞ്ചാവ് എത്തിക്കുന്നത്. ഒപ്പം ഇവരുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. കൂടുതൽ വിശദമായ പരിശോധനകൾ ആവശ്യമുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ആ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമായിരിക്കും കൂടുതൽ അറസ്റ്റുകളിലേക്കും കൂടുതൽ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കുമൊക്കെ പോലീസ് കടക്കുകയുള്ളൂ. ഒരു അതിഥി തൊഴിലാളിയിൽ നിന്നാണ് ഇവർ ലഹരി കൈപ്പറ്റിയതെന്നാണ് ആഷിഖ് മൊഴി നൽകിയത്. പക്ഷെ ആ പറയുന്നത് അനുസരിച്ചുള്ള വ്യക്തിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായതുകൊണ്ടും പോലീസ് അത്തരത്തിലുള്ള ഒരു അന്വേഷണമൊക്കെ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ രണ്ടുപേരുമാണ് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിച്ചതെന്ന് ഇതോടുകൂടി വ്യക്തമായിട്ടുണ്ട്. ഒപ്പം ഇവർ കോളേജിൽ ലഹരി എത്തിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾ ലഹരി വാങ്ങുന്നത് പണം നൽകിക്കൊണ്ടാണ്. അതിന്റെ ഒരു ഓഫറൊക്കെ അവർ പ്രഖ്യാപിക്കുന്നുണ്ട്. അതായത് 500 രൂപയ്ക്ക് ലഹരി വാങ്ങുമ്പോൾ അതിൽ മുൻകൂറായി പണം നൽകുകയാണെങ്കിൽ 300 രൂപ നൽകിയാൽ മതി, 200 രൂപ ഡിസ്കൗണ്ട്. അങ്ങനെ ഡിസ്കൗണ്ട് അടിസ്ഥാനത്തിലൊക്കെ ഇവർ ലഹരി നൽകുന്നുണ്ട്. ഇതാദ്യത്തെ, അതായത് ഈ ഹോളിയുടെ അനുബന്ധിച്ചുള്ള ഒരു ലഹരി കച്ചവടം മാത്രമല്ല, അതിനു മുൻപും കോളേജിൽ ലഹരി എത്തിച്ചത് ഈ രണ്ടുപേരുമാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. അതോടൊപ്പം ഈ പിടിയിലായ ഇന്നലെ അറസ്റ്റ് ചെയ്ത ആകാശിന്റെ 2 സുഹൃത്തുക്കളുണ്ട്. റൂംമേറ്റ് ആയിട്ടുള്ള 2 പേരുണ്ട്. അവരൊരു KSU വിദ്യാർത്ഥികളാണ്. അവർക്കെതിരെയൊക്കെ ഇന്നലെ വലിയ രീതിയിൽ ആരോപണം ഉയർന്നിരുന്നു. പക്ഷെ ഇവരുടെ പങ്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഈ സംഭവം നടക്കുന്ന സമയത്ത് തങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ഈ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. അത് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. ആ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്കിതിൽ പങ്കുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. ഇപ്പോൾ അവർക്കെതിരെ തെളിവൊന്നും ലഭിച്ചിട്ടില്ല. വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ പേര് ഇതിലേക്ക് അനാവശ്യമായി വലിച്ചിഴക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് പോലീസും കടക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയായതിനാൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കുട്ടികളെ ചോദ്യം ചെയ്യുകയും പ്രതി ചേർത്താൽ മതി എന്നൊരു തീരുമാനത്തിലേക്കാണ് അന്വേഷണ സംഘവും എത്തി നിൽക്കുന്നത്. എന്തായാലും ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ സംഭവമല്ല. ഇവർ ഈ കോളേജിൽ മാത്രമാണോ ലഹരി എത്തിക്കുന്നത് എന്നുകൂടി കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അതുകൂടി പോലീസിന് കൂടുതൽ അന്വേഷണം നടത്തുന്നതിലൂടെ മനസ്സിലാകുകയും ചെയ്യും. ഇതിൽ ഏറ്റവും നിർണായകമായത് പ്രിൻസിപ്പലിന്റെ കത്താണ്. അതായത് ഈ ഹോളി ദിനത്തിൽ ഇവരെ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ലഹരി എത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലഹരി ഉപയോഗം ഉണ്ടാകുമെന്ന് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പണപ്പിരിവൊക്കെ നടത്തിയെന്ന് വ്യക്തമാക്കിക്കൊണ്ട് DCPക്ക് അയച്ച കത്ത്, അതാണ് നിർണായകമായത്. 12-ാം തീയതിയാണ് DCPക്ക് പ്രിൻസിപ്പൽ ഈ കത്ത് അയച്ചത്. 13-ാം തീയതി രാത്രിയാണ് പോലീസിന്റെ റെയ്ഡ് ഈ ഹോസ്റ്റലിൽ ഉണ്ടാകുകയും ചെയ്തത്. ആ റെയ്ഡിന്റെ അടിസ്ഥാനത്തിലാണ് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് അത് 2 പേരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ഒരാളെ ആകാശിനെ റിമാൻഡിലാകുകയും ചെയ്തത്. ഇനി ആകാശിന്റെ കസ്റ്റഡി അപേക്ഷ കൂടി നൽകും. ആകാശിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കണം. അതോടൊപ്പം ആകാശിന്റെ അക്കൗണ്ടുകളടക്കം പരിശോധിക്കണം എന്നുകൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കും. എന്തായാലും കുട്ടികളിലേക്ക് ലഹരി എത്തിക്കുന്ന വലിയ സംഘം തന്നെയുണ്ടെന്ന് നമുക്ക് ഇതോടുകൂടി വ്യക്തമായി. ഇവർ മറ്റ് കോളേജുകളിലേക്കൊക്കെ ലഹരി എത്തിക്കുന്നുണ്ടോ എന്നുകൂടി കണ്ടെത്തേണ്ടതുണ്ട്. കുറച്ചുകൂടി ആളുകളുടെ, വിദ്യാർത്ഥികളുടെ പേര് പോലീസിന്റെ ലിസ്റ്റിലുണ്ട്. അതിൽ 5ഓളം പേരുണ്ടെന്നാണ് നമുക്ക് വിവരം. പക്ഷെ അതിൽ കുറച്ചുകൂടി വ്യക്തത വരണം. അതായത് ഈ DCPയുടെ പ്രതികരണത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കുട്ടികളാണ്, അതുകൊണ്ട്
വളരെ കരുതലോടുകൂടി മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതിലിപ്പോൾ നേരിട്ട് പങ്കാളികൾ ആയിട്ട് ഉള്ളവർ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇവരുടെ പല സുഹൃത്തുക്കൾ മുഖേനയൊക്കെ ആകാം. കുട്ടികളായതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളൊക്കെ എല്ലാം തുറന്നു പറയണമെന്നില്ല. ഇപ്പോൾ സുഹൃത്തുക്കൾ ഇങ്ങനെ ലഹരി ഇടപാട് നടത്തുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഇൻപുട്ടുകൾ ലഭിക്കുന്നവരുടേത് മാത്രമായി നടപടി മുന്നോട്ട് കൊണ്ടുപോകും എന്നാണല്ലോ പറയുന്നത്.